ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാൻ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് സ്ത്രീയുടെ ഒരു ഭംഗി എനിക്ക് എൻ്റെ ഒരു ദേഹത്ത് കിട്ടണം എന്നൊരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. ബോഡി വലിയുമ്പോൾ ഒരു പെയിന് വരുന്നുണ്ട്. ഈ ബ്രസ്റ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ, ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ ഇനി നമ്മൾ മലയാളികൾ ആ മണിനാഥം കേൾക്കുമോ? ക്വസ്റ്റ്യൻ മാർക്കിൽ നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. ഡോക്ടറിന് പറയാനുള്ളത് കേൾക്കണം. ഡോക്ടർ, ഐ മീൻ ജാസിയുടെ സർജറി ചെയ്ത ഡോക്ടർ ആരാ, എന്താ ആ ഡോക്ടർ പറയണം. സർട്ടിഫിക്കറ്റ് കാണണം, അല്ലാണ്ട് ഞാൻ വിശ്വസിക്കില്ല. ഇനി ആ മണിനാഥം ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ആകെ തളർന്നു പോകത്തില്ലേ? എല്ലാവർക്കും നമസ്കാരം. വീഡിയോ ആദ്യമായി കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് കൊടുക്കാനും മറക്കണ്ട. ജാസിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കഴിയൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. ആശയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തണ്ടല്ലോ. എവിടെ നോക്കിയാലും ജാസിയുടെ അടുത്ത് തൂണ് പോലെ വാഴക്കണക്കിന് നിൽക്കും. പക്ഷെ ഈ ഒരു സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞതിന് ശേഷം അവനെ കാണാനില്ല. അവൻ പൊയ്യോ എന്തോ ദൈവത്തിനറിയാം. കോൽക്കളിക്ക് വിധേയമാകാനിരുന്ന കോൽക്കളികളെല്ലാം നിർത്തി ഇനി അവർ ചരിത്രത്തിലേക്ക് ഇറങ്ങുകയാണ് സുഹൃത്തുക്കളെ. ഇപ്പോൾ ഇവിടെ വീണ്ടും ചോദിച്ചിരുന്നു, ജാസിയുടെ സർജറി കഴിഞ്ഞോ? പ്രൈവറ്റ് പാർട്ട് മാറ്റി വെച്ചോ? അവിടെ മറ്റേ പാർട്ട് ആക്കിയോ? എനിക്ക് തോന്നുന്നില്ല. നല്ല ഒന്നാം തരം ഉടായ്പായിട്ട് നാട്ടുകാരെ പറ്റിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് വീഡിയോകൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ മനസ്സിലാക്കിയത് ബ്രസ്റ്റിന്റെ സർജറി കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ട് സർജറി എന്തായാലും ഒരുമിച്ച് ചെയ്യാൻ പോകുന്നില്ല. ഒരുമിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വർഗത്തിൽ ഉടലോടെ പോകും. അതുകൊണ്ട് ഒരുമിച്ച് എന്തായാലും ചെയ്യത്തില്ല. പക്ഷെ ജാസിയുടെ പെരുമാറ്റത്തിൽ നിന്നും ബ്രസ്റ്റിന്റെ സർജറി കഴിഞ്ഞെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. താഴോട്ടുള്ളത് മണിനാഥമുണ്ട്. പേടിക്കേണ്ട മലയാളികളെ, മണിനാഥം അവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് അതിന്റെ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അതിന്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ കാണിക്കേണ്ടി വരും. കാരണം ജാസിയെ സർജറി കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ഇരിപ്പ് കണ്ടിട്ട് മറ്റേ യൂറിൻ ബാഗോ അങ്ങനെ ഒരു സാധനം ഇട്ടിട്ടില്ല, ഒരു ഐവിയോ ഒരു തേങ്ങ ഇട്ടിട്ടില്ല. ചുമ്മാ കയറി അങ്ങ് വെട്ടി കിടക്കുകയാണ്. ഇനി ഇതുവല്ല ബ്യൂട്ടി പാർലറിൽ കയറി കിടന്നതെന്ന് ഓടി ഡൗട്ട് ഉണ്ട് കേട്ടോ. അതും സംശയമാണ്, നമുക്കറിയാൻ പാടില്ല. പിന്നെ ബ്രസ്റ്റിന്റെ കേസ് ഇങ്ങനെ പറയുന്ന സ്ഥിതിക്ക് അതിന്റെ സർജറി കഴിഞ്ഞെന്ന് തോന്നുന്നു. അതും ഇനി നാട്ടുകാരെ പറ്റിക്കുന്നുണ്ടോന്നും അറിയത്തില്ല, സീരിയസ്ലി അറിയത്തില്ല. ഇങ്ങനെ പറ്റിച്ചിട്ടാണ് വീണ്ടും റീച്ച് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ വെറും പോക്കൃത്തനമായിട്ട് ഞാൻ കണക്കാക്കത്തുള്ളൂ. ഇവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട്, സർജറി കഴിഞ്ഞിട്ട് ജീവിക്കുന്നവരൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ പിന്നെ ഇവരെയൊന്നും പൊതുവെ സപ്പോർട്ട് ചെയ്യാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിന് വേണ്ടിയിട്ട് ആ വശം നോക്കിയിട്ട് സംസാരിക്കും. അല്ലാണ്ട് ഇനി LGBTQ ഞാൻ സപ്പോർട്ട് ചെയ്യത്തില്ല. അവർക്ക് ഇവിടെ മുൻഗണന കൊടുക്കണമെന്നൊന്നും ഞാൻ പറയത്തില്ല. മര്യാദയ്ക്ക് ജീവിച്ചു പോവാ, അത്രേ ഉള്ളൂ. അല്ലാണ്ട് അവരെ എല്ലാത്തിലും പിടിച്ച് മുന്നേ ഇരുത്തണം, കൊടുക്കൂ, അങ്ങനെ ഒന്നും ഞാൻ ഇനി പറയത്തില്ല. കാരണം ഞാൻ നിർത്തി. ഇനി അങ്ങനെ എൻ്റെ ഒരു നിലപാടെ മാറിപ്പോയി. എന്നാൽ അവർക്കൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് കൊടുക്കുമ്പോൾ ഇവരെ അധികാരം പിടിച്ച് സ്ഥാപിച്ച് അതിൻ്റെ മേളിൽ കയറി ഇരുന്ന് കുറയ്ക്കാൻ കണക്കിന് ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി അവരെ സപ്പോർട്ട് ചെയ്യുന്ന പരിപാടി നിർത്തി. പക്ഷെ ജാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരെ പറ്റിക്കുന്നതിൽ ഉസ്താദ്. ഈ ജാസി എന്താ ഇപ്പം നാട്ടുകാർക്ക് പറഞ്ഞുകൊണ്ട് നടന്നത്? ആദ്യം താൻ പ്രഗ്നന്റ് ആണ്, ഇപ്പൊ ഒരു കുട്ടിക്ക് ജന്മം നൽകാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാനം നയൻതാരമായിട്ട് കമ്പയർ ചെയ്തിട്ട് അവസാനം ഇനി ദത്തെടുത്ത എന്താ എന്നുള്ള രീതിയിൽ പിന്നെ ഒമിറ്റ് ചെയ്ത് കാണിക്കുന്നു. ഇങ്ങനെ പല ഉടായ്പകളും കാണിച്ചിട്ട് ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് താൻ സർജറിക്ക് കയറി എന്ന് പറയുന്നുണ്ട്. ആദ്യം ഏതോ ബ്യൂട്ടി പാർലർ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, എവിടെ പോയിരുന്നിട്ട് മറ്റേ ചെക്കപ്പിന് വന്നതാണെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ പറഞ്ഞ് താൻ സർജറിക്ക് കയറി, സർജറി ആക്കി ഞാനിപ്പോ പെണ്ണായി മാറിയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണേ. എനിക്ക് ഒരു ഉറപ്പുമില്ല, സീരിയസ്ലി പറയാല്ല. കാരണം പല വട്ടമായിട്ട് നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ജാസി. എന്നെങ്കിലും ആ തുറന്ന് സത്യം പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആ സ്ഥിതിക്ക് ആരെങ്കിലും ഇനി സത്യസന്ധമായിട്ട് ജാസി എന്തെങ്കിലും ചെയ്താൽ വിശ്വസിക്കുമോ? ഇല്ല. ഇനി ജാസി സർജറി ചെയ്താൽ നമുക്കെന്താ? ഒന്നുമില്ല. പക്ഷെ നാട്ടുകാരെ പറ്റിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചൂണ്ടി കാണിക്കും. എന്തായാലും ഇതിൽ കുറച്ച് ഉടായ്പകൾ മണക്കുന്നുണ്ട്. ജാസി സർജറി കഴിഞ്ഞു എന്ന് പറഞ്ഞ് എവിടെയോ ബെഡിൽ കയറി കിടപ്പുണ്ട്. അതും മൈക്കൊക്കെ ഇവിടെ നെഞ്ചത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ അപ്പോഴും ആലോചിക്കാണ്, ബ്രസ്റ്റിന്റെ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഞ്ചത്ത് മൈക്ക് വയ്ക്കുമോ? എനിക്കത് ഡൗട്ടായിപ്പോയി. എന്തോ എനിക്കത് നല്ല ഡൗട്ട് അടിച്ച് നിൽക്കുകയാണ്. ഇവിടെ മൈക്കുണ്ട്, നിങ്ങളല്ലേ ഞാൻ അടുത്ത് പ്ലേ ചെയ്യുന്ന ക്ലിപ്പിൽ നോക്കിയാൽ മതി. മൈക്കൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. എന്തോ നല്ല പോലെ ഒരു വശപ്പശക്കുണ്ട്. ഡോക്ടർ രംഗത്ത് വന്നാലേ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടത്തുള്ളൂ. കാണാം. എല്ലാവർക്കും എൻ്റെ സ്നേഹസലാം. ഒരുപാട് സന്തോഷത്തോടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞു, ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് പേര് കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, പരിഹസിച്ചിട്ടുണ്ടായിരുന്നു, കളിയാക്കിയിട്ടുണ്ടായിരുന്നു. ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി സ്ത്രീവേഷം കെട്ടി നടക്കേ ചെയ്യുള്ളൂ എന്നൊക്കെ. അത് ചെയ്തോണ്ട് നടന്നുകൊണ്ടല്ലോ നാട്ടുകാർ അങ്ങനെ പറഞ്ഞത്. ഇപ്പൊ തന്നെ സർജറി കഴിഞ്ഞെന്ന് പറയുന്നുണ്ട്. ഏത് പാർട്ടാ? താഴോട്ടുള്ള പാർട്ടിന്റെ കേസ് എന്നാണ് പറയുന്നത്. എന്നാൽ താഴോട്ടുള്ള പാർട്ടിന്റെ കേസ് സർജറി കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് യൂറിന്റെ മറ്റേ ട്യൂബും അതും ബാഗും ഒക്കെ ഇട്ട് ആ ഒരു സെറ്റപ്പിലേ കിടത്തിട്ടുള്ളൂ. പിന്നെ ട്രിപ്പ് പോലും ഇല്ല, കയ്യിൽ ഒരു തേങ്ങയും ഇല്ല. സർജറി കഴിഞ്ഞ് കിടക്കുന്ന ഒരാളാണ്. ഞാനും സർജറി കഴിഞ്ഞ് ICUയിൽ കിടന്നിടേ
സർജറി കഴിഞ്ഞ് കിടന്ന് ഈ സർജറി ഇല്ല കേട്ടോ, ആക്സിഡന്റ് ആയപ്പോൾ സർജറി ചെയ്ത ആ സർജറി ആയിട്ട് കിടന്ന സമയത്ത് എൻ്റെ ബാക്കിൽ മൊത്തം മറ്റേ കീ പി 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 ബീപ്പ് മറ്റേ ബിപിയുടേതും അതും ഇതും ഒക്കെ ആയിട്ട് കുറെ വയറും മറ്റേ എന്തൊക്കെയോ ആയിട്ട് മറ്റേ റോബോട്ടിനെ എടുത്ത് കിടത്തിരിക്കുന്ന പോലെ തന്നെ എന്നെ കിടത്തുന്നത്. ദേഹം മൊത്തം വയറ് അവിടെ ഇവിടെ ഓരോന്ന് ഇടക്കിടക്ക് ബി പി ചെക്ക് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെയൊക്കെയാണ് ഞാൻ കിടന്നത് ICUയിൽ സർജറി കഴിഞ്ഞ് കിടന്ന സമയത്ത്. ഇതല്ല കേട്ടോ, നിങ്ങൾ തെറ്റിദ്ധരിക്കില്ല. ആക്സിഡന്റ് ആയപ്പോൾ മുഖത്ത് പ്രശ്നം പറ്റിയപ്പോൾ അതിന്റെ സർജറി ചെയ്തതാ. അങ്ങനെയൊക്കെയാണ് സർജറി കഴിഞ്ഞാൽ സാധാരണ ഒരാൾ ICUയിലൊക്കെ കിടത്തിയിരിക്കുക. ഇത് സർജറി എന്ന് പറഞ്ഞ് ഇന്ന് രാവിലെ പോയി കയറണോ വൈകിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത്. ആ ഒരു ട്രാക്കാണ് പിടിച്ചിട്ടുള്ളത്. ഒരു ദിവസം ഗ്യാപ്പിൽ എങ്ങാണ്ടേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അങ്ങനെ ICUന്ന് മാറ്റി വാർഡിലോട്ട് റൂമിലോട്ട് മാറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഒരു ബോർഡുമില്ല, ഒരു തേങ്ങയില്ല, ഏതോ ഒരു ബെഡിൽ കയറി കിടക്കുന്നുണ്ട്. കൊള്ളാം. നാട്ടുകാരെ പറ്റിക്കുകയാണെങ്കിൽ എൻ്റെ പൊന്ന് ജാസി, ഇത് യൂട്യൂബാണ്, അല്ലെങ്കിൽ ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ വന്നിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ പോലെ ഉള്ളവന്മാർ മാലിച്ചിങ്ങനെ കിടന്ന് ഒട്ടിച്ച് ഓട്ടത്താണ്ടിച്ച് പട്ടച്ച് പട്ടമാക്കി അങ്ങ് വിട്ടും. അതും കൂടി ഏറ്റുവാങ്ങാൻ തയ്യാറാണെങ്കിൽ മാത്രം ഇമാതിരി ഉടായ്പകൾക്ക് നിൽക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിഗ് ബോസിൽ കയറാനാണ് ഈ കോപ്രായങ്ങൾ കേട്ട. ഇതിന് വലിയൊരു തെളിവ് എനിക്കിനി പറയാനില്ല. ഞാൻ ഒരു സ്ത്രീയായി മാറിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. അതുകൂടാണ്ട് എന്നെ ഒരുപാട് സ്നേഹിച്ച വെൽവിഷേഴ്സ് ഉണ്ട്, എന്നെ സഹായിച്ച ഒരുപാട് നല്ല മനുഷ്യരുണ്ട്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. ഞാനും പല ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് സർജറി പേടിയാണെന്ന്. പക്ഷേ ഈ കളിയാക്കുന്നവരെയും കുറ്റപ്പെടുത്തുന്നവരെയും എല്ലാവരും നാക്കിന്റെ വാളിനേക്കാൾ മൂർച്ച ഒരിക്കലും ഡോക്ടർ എന്റെ മേത്ത് വെച്ച് കത്തിക്കില്ല. ഏതോ ഒരു ഹോസ്പിറ്റലിന്റെ പേരാണെന്ന് തോന്നുന്നു. ബെഡിന്റെ സൈഡിലുള്ള പില്ലേറെ സൈഡിലുള്ള കവറെല്ലാം കണ്ട് ഉള്ളതെന്ന് തോന്നുന്നു. എന്തോ ഒരു മെഡിസിറ്റി അങ്ങോട്ട് പിടി കിട്ടുന്നില്ല. റാൻഡ എന്തോ മെഡിസിറ്റി. എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ബ്രസ്റ്റിന്റെ സർജറി ചെയ്ത് കാണും, മേ ബി. അതും ഉറപ്പൊന്നുമില്ല. ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ജാസി സർജറി ചെയ്ത ഡോക്ടർ പറ്റുവാണെങ്കിൽ രംഗത്ത് വരിക, എന്ത് സർജറിയാണ് ചെയ്തതെന്നൊന്ന് പറയുക. വേറൊന്നും കൊണ്ടല്ല. ഇവിടെ ഇപ്പൊ ജാസിയുടെ പേഴ്സണൽ കാര്യം നാട്ടുകാരെ അറിയിക്കണമെന്നൊന്നും ഒരു നിർബന്ധമില്ല. പക്ഷേ ജാസി ഇവിടെ വന്ന് നാട്ടുകാരെ ഇത് അറിയിക്കുന്ന സ്ഥിതിക്ക് ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം. ഇപ്പൊ ജാസി പറയുന്ന കള്ളമാണെങ്കിൽ ഉറപ്പായിട്ട് ജാസി അടിച്ചു കയറി കയറണം. അതുകൊണ്ട് ഇതിന്റെ ഡോക്ടർ വ്യക്തമായിട്ട് നിങ്ങളുടെ ഫേസ് ബ്ലർ ചെയ്തിട്ട് നിങ്ങൾ രംഗത്ത് വന്നാലും മതി. പക്ഷെ ഹോസ്പിറ്റലിൽ ഒറിജിനൽ ഡോക്ടർ ആയിരിക്കണം. അങ്ങനെയെങ്കിലും രംഗത്ത് വന്നിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിക്കുക, എന്ത് സർജറിയാണ് ചെയ്തതെന്ന്. ഇതിപ്പം നമുക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ജാസി ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ ഇടുന്നു, തനിക്ക് ഇന്ന സർജറി കഴിഞ്ഞു അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇടുന്ന സമയത്ത് ഉറപ്പായിട്ട് അതിന്റെ ഒരു സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരേണ്ടതാണ്. കാരണം കള്ളം പറഞ്ഞുകൊണ്ട് ഇവിടെ ആരും ഇനിയിപ്പോൾ നിലനിൽക്കണ്ട. ഇനി മെഡിക്കൽ സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ എടുത്ത് കാണിക്കുക ജാസി, അല്ലാണ്ട് ഇത് വിശ്വസിക്കത്തില്ല. ഉള്ള കാര്യമാണ്. ഇനിയിപ്പോൾ ജാസി സർജറി ചെയ്താലും ഇല്ലെങ്കിൽ നമുക്കൊന്നുമില്ല. പിന്നെ ബ്രസ്റ്റിന്റെ എങ്ങാണ്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്തായാലും ഉറപ്പായിട്ട് ഒരു 99.9% താഴത്തെ സർജറി ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പറഞ്ഞതാണ്. ബാക്കി ജാസി അങ്ങനെയാണ് ചെയ്തതെങ്കിൽ തെളിയിക്കും കേട്ടോ. എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇതിന് വലിയൊരു തെളിവ് എനിക്ക് നിങ്ങളോട് ഇനി പറയാനില്ല. ഞാനൊരു സ്ത്രീയാണ് എന്ന് ഇനി പ്രൂവ് ചെയ്യാൻ എൻ്റെ കയ്യിൽ ഒരു തെളിവും ഇല്ല. കാരണം ഞാനൊരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. അത്രമേൽ ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഞാനൊരു സ്ത്രീ ആവണമെന്ന്. കാരണം ഒരു കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്ക് ഞാനൊരു സ്ത്രീയാണ്, അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് എൻ്റെ മനസാക്ഷിക്ക് തോന്നുന്ന രീതിയിലുള്ള സർജറികൾ ഞാൻ ചെയ്തു. ഒരുപാട് സന്തോഷമുണ്ട്. അനക്ക് കണ്ണാടിയുടെ മുന്നിൽ നോക്കുമ്പോൾ അനക്ക് തോന്നുന്ന സർജറികളൊക്കെ ചെയ്തിട്ടുണ്ട്. അനക്ക് അന്ന സ്ത്രീയായിട്ട് കാണുന്ന രീതിയിലുള്ള സർജറി ഒക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായി? നമുക്ക് കാര്യം പിടികിട്ടി. പിന്നെ കൂടുതലിടന്ന് മെഴുകാൻ നിൽക്കണ്ട. പിന്നെ ഞാനൊരു കേസ് പറയാം. സ്ത്രീകൾക്ക് അപമാനമായിട്ട് തന്നെയാണ് ജാസി എപ്പോഴും പെരുമാറിയിട്ടുള്ള. ഗർഭിണിയാണെന്ന് പറഞ്ഞും കൊണ്ട് അഭിനയിച്ചു, നാട്ടുകാരെ പറ്റിച്ചു, കോപ്രായങ്ങൾ കാണിച്ചു. നിങ്ങൾക്ക് ഒരു സ്ത്രീയുടെ യഥാർത്ഥ വേദന അറിയാവോ? ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയും ആ ഒരു വിഷമമൊക്കെ അറിയാമോ? എത്രയോ സ്ത്രീകൾ ഇവിടെ കുട്ടികൾക്കായി കാത്തിരുന്നിട്ട് പ്രഗ്നന്റ് ആവാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന എത്ര സ്ത്രീമാര് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാവോ? സ്ത്രീകൾ എത്രത്തോളം ഉണ്ടെന്നറിയാമോ? അവരുടെയൊക്കെ വിഷമങ്ങൾ അറിയാവോ? അറിയത്തില്ല. നിങ്ങൾ വന്നിട്ട് ഈ ഗർഭിണി നാടകം അല്ലെങ്കിൽ പ്രസവ നാടകം എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടുകാരെ കാണിച്ച് പറ്റിക്കുന്ന സമയത്ത് ഒരുപാട് അമ്മമാര് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികളെ ആഗ്രഹിച്ചിരിക്കുന്ന സ്ത്രീകൾ, കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളാകാത്ത സ്ത്രീകൾ അടക്കം വന്ന് കമന്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങളൊക്കെ കാത്തിരിക്കുന്നുണ്ട്, ഇവക്ക് ഇതൊക്കെ കളി തമാശ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്. നിനക്കിതെല്ലാം കളി തമാശയാണ്. കാരണം നിനക്കൊരു സ്ത്രീയുടെ വിഷമം അറിയത്തില്ല, പീരീഡ്സിന്റെ വേദന അറിയത്തില്ല. എല്ലാ മാസവും ഓരോ സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയുണ്ട്. അത് എനിക്കും അറിയത്തില്ല, സീരിയസ്ലി പറയല്ല. കാരണം എനിക്കറിയത്തില്ല സ്ത്രീകൾ എത്രത്തോളം വേദനയാണ് അനുഭവിക്കുന്നതെന്ന്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അവരുടെ ആ അവസ്ഥ, അവരുടെ ആ മാനസികാവസ്ഥ മനസ്സിലാക്കുക.
ഒരിക്കലും സ്ത്രീകളെ അധിക്ഷേപിച്ചുകൊണ്ട് നിങ്ങൾ ഈ കാണിക്കുന്ന, അതായത് ജാസി എന്ന് പറയുന്നവൻ കാണിക്കുന്ന ഈ ഉടായ്പകളും കോപ്രായങ്ങളും അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. എന്തായാലും ജാസി, ഇത്രയും തള്ളിയ സ്ഥിതിക്ക് ബാക്കിയും കൂടി തള്ളു. ഓക്കെയോ? വേദന ഉണ്ടായിരുന്നോ? സൗണ്ടെല്ലാം പോയല്ലോ. ഫുഡ് കഴിച്ചില്ലല്ലോ? കഴിക്കാൻ പാടില്ല ഡോക്ടർ. വെള്ളം കുടിക്കാൻ ഫോളോവേഴ്സിന്റെ അടുത്ത് നീ പറയണ്ടോ? എന്ത് പറയാ, എനിക്കൊന്ന് പ്രാർത്ഥിച്ചവർക്കും എന്നെ സ്നേഹിച്ചവർക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. സർജറി കഴിഞ്ഞു, ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല, കാരണം ഒരു ഗൾപ്പില്ല. ഞാനൊരു വേറിന്റെ മുമ്പിൽ പോയിട്ട് നോക്കിയിട്ടില്ല. നിങ്ങൾ കണ്ടില്ലല്ലേ? ഹാപ്പി അല്ലേ? പിന്നെ ഇത് മറ്റേ പഞ്ചായത്ത് ഓറും കാണിച്ചുകൊണ്ട് നടക്കാനുള്ള കാര്യമൊന്നുമല്ലല്ലോ. സർജറി കഴിഞ്ഞെങ്കിൽ കഴിഞ്ഞ്, പക്ഷെ അത് താഴോട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല, അറിയില്ല. പക്ഷെ നിങ്ങളുടെ ആ ഒരു ഇരിപ്പ് വശവും നിപ്പ് വശവും ഒന്നും കണ്ടിട്ട്, നിപ്പ് വശമല്ലേ കിടപ്പ് വശമൊക്കെ കണ്ടിട്ട് താഴോട്ടുള്ളതാണെന്ന് തോന്നുന്നില്ല. എൻ്റെ പൊന്നളിയാ, ഞാൻ അതേ ഓപ്പൺ ആയിട്ട് പറയത്തുള്ളൂ. ബ്രസ്റ്റിന്റെ ചിലപ്പോൾ കഴിഞ്ഞു കാണും, അതായിരിക്കും ഇങ്ങനെ കിടക്കുന്നത്. ഇനി അതും കഴിഞ്ഞിട്ടുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയത്തില്ല. ഇതും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും ക്രിയേറ്റ് ചെയ്യുന്ന ഉടായ്പാണോ എന്ന് അറിയില്ല. ഹോസ്പിറ്റലിന്റെ പേര് റിനാൽ മെൻസിറ്റിയാ, മെൻസിറ്റി എന്നായിരുന്നല്ലേ? മെഡിസിറ്റി എന്നല്ല, ഞാൻ മെഡിസിറ്റി എന്നാണ് വിചാരിച്ചേട്ടെ. ഇത് ഏതോ മെൻസിറ്റി, ഇത് തുണിക്കടയുടെ പേരാണ്. റിനായി മെഡിസിറ്റി, ഇങ്ങനെ ഹോസ്പിറ്റലും ഉണ്ടോ? എനിക്കറിയാൻ പാടില്ല കേട്ടാ. റിനായി മെഡിസിറ്റി, മെഡിസിറ്റി തന്നെ, മെൻസിറ്റി അല്ല. അപ്പൊ അങ്ങനെ ഏതോ ഹോസ്പിറ്റലിലാണ് ഇത് ചെയ്തതെന്ന് തോന്നുന്നു. ഓക്കെ, ചെയ്തെങ്കിൽ ആ ഡോക്ടർ ഒന്ന് പ്രതികരിച്ചാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിന്റെ ഡോക്ടർ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കും. അല്ലാണ്ട് നാട്ടുകാർ വിശ്വസിക്കത്തൊന്നുമില്ല. കാരണം ഒരുപാട് തവണ നിങ്ങൾ നാട്ടുകാരെ പറ്റിച്ച്, ഇനിയും വിഡ്ഢികളാവാൻ നാട്ടുകാർ തയ്യാറല്ല. അപ്പൊ ചോദിക്കും, ജാസിയുടെ സർജറിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ച. നല്ല, പക്ഷെ നാട്ടുകാരുടെ മുന്നിൽ വന്നിട്ട് കപടങ്ങളും കള്ളത്തനങ്ങളും കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ചോദ്യം ചെയ്യും. അത്രേ ഉള്ളൂ. നീ കണ്ടില്ല? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഒന്ന് ഓക്കെ ആയിട്ട് കാണാന്ന് വിചാരിച്ചിട്ട്. ഹലോ എല്ലാവരോടും സ്റ്റേഴ്സ് എല്ലാം സൗണ്ട് ഉള്ളിലെ പൈപ്പ് ഇട്ടിട്ട് ഡ്രൈ ആണ് തൊണ്ട. ഒരുപാട് സന്തോഷമുണ്ട്. അങ്ങനെ എൻ്റെ ലൈഫിൽ വലിയൊരു തീരുമാനം നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സർജറി കഴിഞ്ഞു. ഓക്കെ, ജാസി പറയുന്നത് പോലെ പ്രൈവറ്റ് പാർട്ട് മീൻസ് താഴോട്ടുള്ള സാധനമാണെങ്കിൽ ഉറപ്പായിട്ട് ഇങ്ങനെയൊന്നും സംസാരിക്കാനും ഇങ്ങനെ കാലുപൊക്കി ഇരിക്കാനൊന്നും പറ്റത്തില്ല. അവിടെ കാലുപൊക്കി ഇരിപ്പുണ്ട്. ഇങ്ങനെ കാലുപൊക്കി ഇരിക്കാനൊക്കെ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാലുപൊക്കിയൊക്കെ ഇരിപ്പുണ്ട്. മേ ബി ബ്രസ്റ്റിന്റെ ആയിരിക്കണം കഴിഞ്ഞത്. അല്ലാണ്ട് കാലുപൊക്കിയും കൈപൊക്കിയും ഒന്നും ഇരിക്കാനും സംസാരിക്കാനും ഒന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ സർജറി കഴിഞ്ഞവരുടെ അനുഭവങ്ങളൊക്കെ ഞാൻ എവിടെയൊക്കെ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ജാസി, വീണ്ടും നാട്ടുകാരെ പറ്റിക്കുന്നത് ഫെയർ ആയിട്ടുള്ള കാര്യമല്ല. ഒരിക്കൽ പറ്റിച്ച് ഗർഭിണിയാണെന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ ഒന്നാം തരം നാടകം നീ ഇറക്കി. ലൈം ലൈറ്റിൽ നിൽക്കാനും നാട്ടുകാരെ തെറി വാങ്ങി ആയാലും ബിഗ് ബോസിൽ പോയാൽ മതി എന്നാണ് നിന്റെ ആഗ്രഹമെങ്കിൽ വെറും കൂതറ ആഗ്രഹമായിപ്പോയി. ഒരുപാട് സന്തോഷം ഉണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞായിരുന്നു ജാസി ഒരിക്കലും സർജറി ചെയ്യില്ല, ജാസി ആൺവേഷം പെൺവേഷം കെട്ടി നടക്കുകയുള്ളൂ, സർജറി ഒന്നും ചെയ്യാനുള്ള ധൈര്യം ജാസിക്ക് ഇല്ലാന്ന്. സത്യം പറഞ്ഞാൽ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല, എനിക്ക് പേടിയായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തലും കുറെ ആൾക്കാർ കുറ്റപ്പെടുത്തുക, പരിഹസിക്കുക, മാറ്റി നിർത്തുക, വൾഗറായിട്ട് തന്നെ ട്രോളുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങളുടെ നാക്കിന്റെ ആ ഒരു വാളിന്റെ മൂർച്ചം എനിക്ക് ഡോക്ടർ വെച്ച് ഓക്കെ, എന്തൊക്കെയോ കാര്യമായിട്ട് പറയുന്നുണ്ട്. ഡോക്ടർ വാളിന്റെ മൂർച്ചയൊക്കെ വെച്ച് കൊടുത്തെന്നാണ് ജാസി ഇവിടെ പറയുന്നത്. ഏത് വാൾ? അരിവാൾ ചുറ്റിക നക്ഷത്രമാണോ? എന്തായാലും നല്ലപോലെ വാളിന്റെ മൂർച്ചയൊക്കെ കൂട്ടി വന്നെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും കൊള്ളാം ജാസി. പിന്നെ വേറൊരു കേസ് ഞാൻ പറയാം, 2 സർജറി ഒരുമിച്ച് ഇയക്കം നടക്കത്തില്ല. അതുകൊണ്ട് ഏതോ ഒന്നാണ് ചെയ്തത്. അതും താഴത്തെ ആവാനുള്ള 99.9% ചാൻസ് ഇല്ല. കാല് പൊക്കിയിരിക്കുന്നുണ്ട്, ഒരു യൂറിനറി ബാഗ് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ഈ സർജറി കഴിഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വായിൽ കൂടിയാണ് സർജറി ചെയ്തത്, ഒരു പിടിയും കിട്ടുന്നില്ല. പറ ബാക്കി. ആയിട്ടില്ല എൻ്റെ മേത്ത്. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു, ഒരു തീരുമാനം എടുത്തു. ഒരുപാട് സന്തോഷം, ഒരുപാട് ഹാപ്പിയാണ്. കാരണം ഞാൻ കണ്ണാടിൻ്റെ മുമ്പിൽ നിന്ന് നോക്കുമ്പോൾ എനിക്ക് സ്ത്രീയുടെ ഒരു ഭംഗി എനിക്ക് എൻ്റെ ഒരു ദേഹത്ത് കിട്ടണം എന്നൊരു ആഗ്രഹം എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ സർജറി ചെയ്തത്. ഇവിടെ റിനായ മെഡിസിറ്റിയിലാണ് ചെയ്തത്. നല്ല ഡോക്ടേഴ്സ്. ഓക്കെ, അത്രയ്ക്ക് സൗന്ദര്യം ആസ്വദിക്കാനായിരുന്നു ആഗ്രഹമെങ്കിൽ ജെമിനിയിലിട്ട് എഡിറ്റ് ചെയ്ത പോരായിരുന്നു. പ്രശ്നം തീർന്നില്ല. ഇത്രയും റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ട്. സത്യം പറയല്ലോ, എന്തൊക്കെ കഷ്ടപ്പാടില്ലേടേ. സർജറി ചെയ്ത് സ്ത്രീയായി മാറുന്നു. വാ, അമേസിങ്. ഓക്കെ, ഹോർമോണിന്റെ പ്രശ്നമായിരിക്കും, എന്താവും. പക്ഷെ ഇവിടെ ജാസിയുടെ അറിയില്ല, ഒരു കല്യാണമൊക്കെ ആദ്യം കഴിച്ചതാണ് ആശി, അവനെ പിടിച്ച് ബലമായിട്ട് വച്ചിട്ടുണ്ട്. നിങ്ങൾ തമ്മിൽ ഗേ കപ്പിൾസ് ആയിരുന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നു, എനിക്കൊന്നും പിടിയിട്ടല്ലേ. സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങളുടെ ചരിത്രമൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം കൂടി വരുമ്പോൾ അവിയിൽ പരുവത്തി കിടക്കുകയാണ്. ഇനിയിപ്പം ആശി എന്ത് ചെയ്യും മല്ലയ്യ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നതെന്ന് തോന്നുന്നു.
ഒരു പിടിയും കിട്ടുന്നില്ല. ഇതൊക്കെ എന്താ ഉദ്ദേശം? ഒരു പിടിയും കിട്ടുന്നില്ല. ദൈവത്തിനറിയാം. ജാസി ബാക്കി പറ. നല്ല സ്റ്റാഫും കെയറിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടി ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് ഞാൻ ആഗ്രഹിച്ച പോലെ ജീവിക്കാൻ പറ്റിയിരുന്നു. പക്ഷെ ഞാൻ ആഗ്രഹിച്ച പോലെ എൻ്റെ മനസ്സ് ഞാൻ ആഗ്രഹിച്ച പോലെ നടന്നിരുന്നു. പക്ഷെ എൻ്റെ ശരീരം കൊണ്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം അതിനും കൂടെ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. എന്നെ സഹായിച്ച ഒരുപാട് നല്ല വെൽവിഷേഴ്സ് ഉണ്ട്. അവിടെയൊക്കെ ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. എല്ലാവരോടും എനിക്ക് നന്ദി. ഞാൻ ഒരാളെയും പേരെടുത്ത് പറയുന്നില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരുപാട് അമ്മമാരുണ്ട്, ഒരുപാട് ചേച്ചിമാരുണ്ട്, ഒരുപാട് നല്ല എന്താ പറയുക നല്ല ആൾക്കാരുണ്ട്. പിന്നെ എൻ്റെ കുടുംബം, എൻ്റെ ഉമ്മ, എല്ലാവരോടും ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയാണ്. എക്സ്പെഷ്യലി എൻ്റെ പാർട്ട്ണർ ആഷി, എല്ലാവരോടും. പിന്നെ എന്നെ ഇവിടെ എൻ്റെ ബൈസ്റ്റാൻഡായിട്ട് നിന്ന എൻ്റെ കൂട്ടുകാരത്തി ഹീന, എല്ലാവരോടും ഞാൻ നന്ദി പറയാണ്. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഞാനിങ്ങനെ കാണിക്കാം എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ. അപ്പോൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആഫ്റ്റർ ഈ മുറി പെട്ടെന്ന് ഉണങ്ങാനും സ്റ്റിച്ചൊക്കെ ഉണങ്ങി പെട്ടെന്ന് ഞാൻ നല്ല രീതിയിൽ എല്ലാ പരിപാടികൾക്കും ഭയങ്കര ശക്തമായിട്ട് വരാനൊക്കെ നിങ്ങൾ എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേദിയിലിരിക്കുന്ന പഞ്ചായത്ത് മെമ്പർ, വേദിയിലിരിക്കുന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ മെമ്പർ, വേദിയിലിരിക്കുന്ന മറ്റ് മെമ്പർ, വേദിയിലിരിക്കുന്ന വിശിഷ്ട അതിഥികളെ, പൊതുജനങ്ങളെ എന്നുള്ള രീതിയിലാണ് പിടിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങളുടെ സർജറിക്ക് കഴിഞ്ഞെങ്കിൽ ഓക്കെ, അത് എന്തോ വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ നാട്ടുകാരെ പറ്റിക്കുന്ന രീതിയിൽ കാണിക്കുന്ന ഈ കോപ്രായങ്ങളിൽ അത് അംഗീകരിച്ച് തരാൻ പറ്റത്തില്ല. ഇപ്പോൾ സർജറി എന്ന് നിങ്ങൾ പറയുന്നത് താഴത്തെ സർജറി എന്നാണ് നിങ്ങൾ പറയുന്നതും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കാട്ടി കൂട്ടുന്നത്. പക്ഷെ മേ ബി നിങ്ങൾ സർജറി കഴിഞ്ഞാണ് അത് മേളത്തതായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാലും എടുത്ത് പൊക്കി വെച്ച് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഒരു യൂറിനറി ബാഗ് പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ സർജറി കഴിഞ്ഞെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കാണിക്കണം. അപ്പോൾ ചോദിക്കും നീ ആടാ കോടതി എന്ന്. എനിക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ ഈ വീഡിയോസ് ഇടുമ്പോൾ ഇതിൽ ജെന്യൂനിറ്റി ഇല്ലെങ്കിൽ നമ്മൾ ജനങ്ങളെ ചോദ്യം ചെയ്യും. മനസ്സിലായോ? അത്രേ ഉള്ളൂ. കാരണം ഇനി ബ്രസ്റ്റിൻ്റെ സർജറി ആവാൻ ചാൻസ് എന്ന് പറയുന്നതിൻ്റെ റീസൺ ഒരു ക്ലിപ്പ് കൊടുക്കാം, നോക്ക്. അല്ലെങ്കിൽ ഭയങ്കര പെയിന്, ഇങ്ങനെ എന്താ ബോഡി വലിയുമ്പോൾ ഒരു പെയിന് വരുന്നുണ്ട്. ഈ ബ്രസ്റ്റിൻ്റെ ഈ ഭാഗത്തൊക്കെ ഈ രണ്ട് ഭാഗത്ത് സ്റ്റിച്ചിട്ട ഭാഗത്ത് ഇങ്ങനെ എണീക്കുമ്പോഴേ ഭയങ്കര വേദന. ഒരാളെ പിടിച്ചെണീക്കുമ്പോൾ കുഴപ്പമില്ല, ഒറ്റയ്ക്ക് എണീക്കുമ്പോൾ ഭയങ്കര വേദനയുണ്ട്. എന്തായാലും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവരോടും എനിക്ക് നന്ദി. ഓക്കെ, ബ്രസ്റ്റിന്റെ കേസ് എടുത്ത് പറഞ്ഞല്ലോ, അവിടെ സ്റ്റിച്ചിട്ട കേസാണ് പറയുന്നത്. അപ്പോൾ അതിന്റെ സർജറിയാണ് കഴിഞ്ഞിട്ടുള്ളത്, അത് കൺഫേം ആണ്. പക്ഷെ താഴത്തെ കഴിയാൻ പറ്റത്തില്ല. കാരണം 2 സർജറി ഒരുമിച്ച് ചെയ്യത്തില്ല, ഒരിക്കലും ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ താഴത്തെ സർജറി കഴിഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഈ ഒരു വാക്കിൽ നിന്ന് കൺഫേം ആണ് കേട്ടോ. ഇനി വന്നിരുന്നിട്ട് കോൽക്കളി എന്നൊക്കെ നാട്ടുകാർ വിളിക്കുമ്പോൾ വീണ്ടും അതിന്റെ അടിയിൽ പോയിട്ട് ഇനിയിപ്പോൾ പ്രതികരിക്കാൻ നിൽക്കേണ്ട. നാട്ടുകാർ വിളിക്കുന്നതിൽ കാര്യമില്ലാതില്ല കേട്ടോ. പിന്നെ ജാസി, ഇതൊക്കെ എന്തുവാ കാണിക്കുന്നത്? എങ്ങോട്ടാ ഈ ലോകം പോകുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ ഓരോ സർജറി ചെയ്യുമ്പോൾ മനുഷ്യന്മാർക്ക് പേടിയും വേവലാതിയാണ്, ജീവനോടെ തിരിച്ചു വരുമെന്ന്. ഞാനൊക്കെ 4 സർജറി ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് കേട്ടോ. വേറെ ഒന്നുമില്ല, ഈ ഫേസിൽ ആക്സിഡന്റ് പറ്റിയുണ്ട്, ഇനിയും ഉണ്ട്, തീർന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ഓരോ സർജറിക്ക് പോകുന്ന സമയത്തും എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഞാൻ ആ ഒരു മൈൻഡിൽ തന്നെയാണ്, മുഖം ശരിയാവണം എന്നുള്ളൊരു മൈൻഡിൽ തന്നെയാണ് പോകുന്നത്. പക്ഷേ വീട്ടുകാരൊക്കെ ഭയങ്കര പേടിയിലിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. എൻ്റെ സഹോദരനായാലും അച്ഛനായാലും അമ്മയായാലും ഫ്രണ്ട്സ് ആയാലും അവരൊക്കെ ആ ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത്. ഇനി പോകുന്ന പോലെ തിരിച്ചു വരുമോ, ഈ ഒരു മൈൻഡിലാണ് ഇരിക്കുന്നത്. ഇവിടെ പുല്ലുപോലെ വന്നിട്ട് മര്യാദയിരിക്കുന്ന ശരീരത്തിനെയൊക്കെ കുത്തിക്കീറിക്കൊണ്ട് എന്തൊക്കെ കാണണമെന്ന് ദൈവമേ, എന്തൊക്കെയോ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ. എടുത്ത് പറയുന്നില്ല. എക്സ്പെഷ്യലി എൻ്റെ കൂടെ സർജറിക്ക് എൻ്റെ കൂടെ ത്രൂ ഔട്ട് ഉണ്ടായിരുന്ന എൻ്റെ സഹോദരി ഹിന, പിന്നെ അതേപോലെ അത് കഴിഞ്ഞിട്ട് എന്നെ ഓക്കെ, എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ വന്ന നേരം മുതൽ നന്ദി പെടുത്തല്ലേ. ഇനി ഹെലന്റെ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ ആ വീഡിയോ കൊടുക്കാനുള്ള കാരണം അതിനെതിരെ ജാസി പ്രതികരിക്കുന്നുണ്ട്. എന്നാലും ഹെലൻ പറഞ്ഞത് ആദ്യം ഒന്ന് കേട്ടു നോക്കാം. സോ ഗൈസ്, ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ജാസി എന്ന് പറയുന്ന അക്കൗണ്ടിൽ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് അവരുടെ സർജറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. പിന്നെ ഏതോ അവരുടെ പ്രൊഫൈലിലല്ല, വേറെ ഏതോ ഒരു ഓൺലൈൻ വീഡിയോ. കാരണം ഞാൻ ഈ റീസെന്റ് ആയിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ ചെയ്തതുകൊണ്ട് ഇവരുടെ വീഡിയോസ് മാത്രമേ എന്റെ ഫീഡിൽ വരുന്നുള്ളൂ. വലിയ ബുദ്ധിമുട്ടാണത്. പിന്നെ അപ്പം വേറൊരു ഓൺലൈൻ ചാനല് സർജറിക്കായിട്ട് പോകുന്ന ജാസിക്ക് സ്നേഹചുംബനം കൊടുക്കുന്ന ആഷീനെയും അവരുടെ ഫ്രണ്ട്സിനെയും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. വാട്ട് എവർ ഇറ്റ് ഇസ്. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി അവരുടെ
പ്രൊഫൈലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ സർജറി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വേഗം തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് ആദ്യം തന്നെ പറയട്ടെ. പക്ഷേ ഇത്രയും വലിയൊരു സർജറി, കാരണം എനിക്കും ഈ ഒരു കമ്മ്യൂണിറ്റി, നിങ്ങൾ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിലാണോന്ന് എനിക്കറിയില്ല, എനിക്ക് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ ഒരുപാട് ആൾക്കാരെ അറിയുന്നവരുണ്ട്, സർജറി ചെയ്തവരും എനിക്കറിയാം. അപ്പം ഇങ്ങനെ ഒരു മേജർ സർജറി കഴിഞ്ഞിട്ട് ഒരു കാനലില്ല, അല്ലെങ്കിൽ പിന്നെ യൂറിൻ നമ്മളൊരു ഒരു സാധനം വെക്കില്ലേ, അതില്ല, ഒന്നുമില്ല. ഇന്നലെ രാത്രിയോ ഇന്ന് രാവിലെ എങ്ങാൻ സർജറിക്ക് പോയ ആളെ അത്ര പെട്ടെന്ന് പിന്നെ വാർഡിലേക്കും അല്ലെങ്കിൽ റൂമിലേക്കൊക്കെ ഷിഫ്റ്റ് ചെയ്യുമോ? വലിയൊരു നമ്മൾ നോർമലി ഒരു പനി വന്നിട്ടോ അങ്ങനെയൊന്നും ഹോസ്പിറ്റലിൽ പോയൊരു വ്യക്തിയല്ല. എനിക്ക് തോന്നുന്നു ഡൗൺ സർജറി അങ്ങനെ എന്തോ ആണ്, സ്ത്രീയായി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നിയത് അങ്ങനെ ഡൗൺ സർജറി ആയിരിക്കും ചെയ്തത്. അപ്പൊ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, സർജറി ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ സുഖം പ്രാപിച്ചിട്ട് മതി. നിങ്ങളുടെ റിപ്പോർട്ട്സും കാര്യങ്ങളും, അല്ലെങ്കിൽ ഏത് ഹോസ്പിറ്റലിലാണ്, എന്താണ് അതിന്റെ അനുഭവങ്ങള്. കാരണം പിന്നെ നമ്മള് കേട്ടുകേൾവിയല്ലേ ഉള്ളൂ. നിങ്ങളാകുമ്പം ഒരുപാട് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ്. ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെടും എന്നുള്ള ഒരു വിശ്വാസത്തിന് പുറത്താണ് ഞാൻ പറയുന്നത്. ഒരു ലോങ് വീഡിയോ തന്നെ ഇട്ടാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ റിപ്പോർട്ട്സ്, കാര്യങ്ങൾ, ആരാണ്, എവിടെയാണ് ചെയ്തത്, എന്താണെന്നൊക്കെ ഉള്ളതും കൂടെ പറഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഞാനൊരു ഡിസ്ക്ലൈമർ പോലെ ആദ്യം തന്നെ പറയാം, ഇതിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവസാനം ഇതും കൂടി നിങ്ങൾ നടത്തിയ നാടകമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ 2 പ്രാവശ്യം ഇട്ട വീഡിയോ വളരെ നീറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി അങ്ങനെ ആയിരിക്കില്ല. നിങ്ങൾ ഈ സർജറിന്റെ കാര്യം കൂടി നാടകമാണ് എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഈ പറയുന്നത് പോലെ വളരെ മോശമായിട്ടുള്ള രീതിയിലായിരിക്കും ഞാൻ റിയാക്ട് ചെയ്യുന്നത്. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഇതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ജാസി എന്ന് പറയുന്ന വ്യക്തിയുടെ സൈഡിൽ നിന്ന് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, ഞാനും ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇനി ഈ വീഡിയോയുടെ താഴെ, ഹെലന്റെ ഈ വീഡിയോയുടെ താഴെ ജാസി കമന്റ് ഇട്ടിട്ടുണ്ട്, ഫുൾ വീഡിയോ യൂട്യൂബിൽ വരും മോളെ. പിന്നെ കാനിൽ അപ്പുറത്തെ കയ്യില. പിന്നെ ഞാൻ 16-നാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയത്, 17-ന് സർജറി കഴിഞ്ഞു. നിന്റെ കയ്യിൽ എൻ്റെ ഫോൺ നമ്പർ ഉണ്ട്, എന്തെങ്കിലും അറിയണമെങ്കിൽ അതിൽ വിളിക്കാമല്ലോ, ലൈക്കിന് വേണ്ടി ഇങ്ങനെ ചെയ്യണോ? അത് ജാസ്തി ചോദിക്കൽ. അങ്ങനെയാണെങ്കിൽ നിന്റെ സർജറി നിനക്ക് ഒളിപ്പിച്ച് വെച്ച് ആരെ അറിയിക്കാണ്ട് ചെയ്തിട്ട് വീട്ടിൽ പോയി ക്രമം നടന്ന് ഉറങ്ങിയാൽ പോരെ? എന്തിനാണ് മീഡിയക്കാരെയൊക്കെ വിളിച്ചിട്ടും സ്വന്തം യൂട്യൂബ് ചാനലിലിട്ട് നാട്ടുകാരെ അറിയിക്കുന്നത്? നാട്ടുകാരിങ്ങനെ അറിയിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരിങ്ങനെ എടുത്തു വെച്ച് ചോദ്യം ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മളതിലുള്ള ഫോൺ നമ്പറിലുള്ള എല്ലാ ആൾക്കാരെയും വിളിച്ച് നമ്മളെല്ലാ പ്രശ്നങ്ങളും അവിടെ അങ്ങ് തീർത്താൽ മതിയല്ലോ. ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം കൊണ്ടിട്ട് കഴിഞ്ഞാൽ നമ്മൾ എടുത്തു വെച്ച് സംസാരിക്കും. പിന്നെ അവിടെ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കാൻ നിൽക്കല്ല ജാസി കണ്ടോ ജാസി? ഓ, എന്താ ഒരു ഉത്കണ്ഠാബോധം! ഓ, ഈ ഒരു ഉത്കണ്ഠ പറയുന്ന വാക്കുകളിൽ പ്രവൃത്തിയിലും കാണിക്കണം സത്യസന്ധത, കേട്ടാ? ഓ, ഫോൺ നമ്പർ ഉണ്ടല്ലോ, എടുത്തു വെച്ച് വിളിച്ച് ചോദിച്ചാൽ മതിയല്ലോ. പിന്നെ അങ്ങനെയാണെങ്കിൽ നിന്റെ വീഡിയോ നീ അങ്ങകത്ത് നീ തന്നെ വെച്ചിരിക്കണം, പുറത്ത് കൊണ്ടിടല്ലേ. നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ ചോദ്യം ചെയ്യും. ഇത് ഡൗൺ സർജറി എന്നുള്ള രീതിയിലാണ് ആള് ഈ പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അതാവാൻ ഒരു ചാൻസും കാണുന്നില്ല. ഇരിപ്പോശം കിടപ്പോശം കണ്ടിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. ബ്രസ്റ്റിന്റെ ഒരു കേസ് എടുത്ത് പറയുന്നുമുണ്ട്, അവിടെ സ്റ്റിച്ച്, 2 സ്റ്റിച്ച് ഉണ്ടെന്നുള്ളൊരു കേസ് പറയുന്നുണ്ട്. എന്തായാലും 2 സർജറി ഒരുമിച്ച് ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ചെയ്യലും ഉടലോടെ സ്വർഗത്തിയെത്തും. ഇതിനുശേഷം ഹെലൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതും കൊടുക്കാം. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാൻ ഇന്നലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ കുറേ കമന്റ്സ് കണ്ടുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. ഒരുപാട് പേര് എന്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കി ജീവിച്ചാൽ പോരെ, എന്തിനാണ് ബാക്കിയുള്ളവരുടെ ലൈഫിലേക്ക് എത്തി നോക്കുന്നത്, അത് അവരുടെ പ്രൈവസി അല്ലേ എന്നുള്ളത്. സോഷ്യൽ മീഡിയയുടെ അകത്ത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ പ്രൈവസി ഒന്നുമില്ല, അത് പബ്ലിക് ആയി കഴിഞ്ഞു. എന്റെ അഭിപ്രായം പറയാൻ ഞാൻ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് എന്റെ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും അത് ഞാൻ ഇനിയും തുടരും. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് തന്നെ തുടരും. പിന്നെ കുറച്ചുപേര് പറഞ്ഞു, നീ നിന്റെ ലൈഫ് ഹൈഡ് ചെയ്ത് പോകുന്നു, വളരെ പ്രൈവറ്റ് ആയിട്ട് കൊണ്ടുപോകുന്നു. എനിക്കതിൽ അഭിമാനിക്കാം മിസ്റ്റർ. എനിക്ക് റിയൽ ലൈഫ് വേറെയാണ്, എന്റെ റിയൽ ലൈഫ് വേറെയാണ്. പിന്നെ ഈ പറയുന്ന ജാസി എന്ന് പറയുന്ന വ്യക്തി സർജറി കഴിഞ്ഞു, ആനയാണ് ചേനയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡൗൺ സർജറി ആണോ കഴിഞ്ഞത്? അല്ലല്ലോ, നിങ്ങൾ സ്ത്രീയായി മാറി എന്ന് പറയുന്നുണ്ടായിരുന്നു. ബ്രസ്റ്റ് ഇംപ്ലാന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഒരു സ്ത്രീ ആവുന്നത്? അതും കൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണേ. അങ്ങനെ ഒരു മാജിക്കും കൂടി, കാരണം ഗർഭം ഒരു മാജിക് ആയിരുന്നല്ലോ, അതൊരു മാജിക് ആണോ എന്നുള്ളത്. പിന്നെ എന്നോട് എന്റെ ലൈഫ് നോക്കി ജീവിക്കണം എന്ന് പറയുന്ന ആൾക്കാരോടും, നിങ്ങൾ നിങ്ങളുടെ ലൈഫ് നോക്കി ജീവിക്കണം. എന്റെ വീഡിയോസ് ഒന്നും കാണാൻ നിൽക്കണ്ട, അതിലൊന്ന് കമന്റ് ഇടാനും നിൽക്കണ്ട. നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഇതും പറ്റില്ല മിസ്റ്റർ. പിന്നെ റീച്ചിന് വേണ്ടിയല്ലേ ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചു. അതെ, അല്ലാണ്ട് ഇതിനകത്ത് ഈ സോഷ്യൽ മീഡിയന്റെ അകത്ത് വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ ചിക്കനും കുബൂസും കിട്ടില്ല. എല്ലാരും റീച്ചിന് വേണ്ടി തന്നെയാണ് ചെയ്യുന്നത്. ഈ പറയുന്ന വ്യക്തികൾ നമുക്ക് കോണ്ടന്റ് ഇട്ട് തരുന്നു, അവരുടെ കോണ്ടന്റും റീച്ച് തന്നെയാണ്. എല്ലാവർക്കും അത് തന്നെയാണ് മിസ്റ്റർ, എനിക്കും അത് തന്നെയാണ്. അപ്പൊ സർജറിന്റെ ലോങ് വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. മനസ്സിലായി, നമുക്ക് കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായി. അതായത് ബ്രസ്റ്റ് സർജറി മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്ത്രീ ആവും. അപ്പൊ താഴത്തത് ആര് മാറ്റും?
സ്ത്രീക്കും പുരുഷനും രണ്ട് വ്യത്യസ്തമാണ് താഴത്തെ ഘടകങ്ങൾ. ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, അത് അറിഞ്ഞുകൊടുത്തവരൊന്നുമല്ലല്ലോ ഈ വീഡിയോ കാണുന്നവരും ജാസിയും. അതുകൊണ്ട് ഞാൻ സ്ത്രീയായെന്ന് പറയുമ്പോൾ വീണ്ടും സ്ത്രീകൾക്ക് അപമാനം ഉണ്ടാക്കല്ലേ എൻ്റെ പൊന്നു കിടാവേ. ഒരിക്കൽ ഗർഭ നാടകവും കൊണ്ട് ഇറങ്ങി, അത് പൊളിഞ്ഞ് തരിപ്പണമായി നാട്ടുകാർ ഊക്കി വിട്ടപ്പോൾ അടുത്ത നാടകമായിട്ട് വീണ്ടും ഇറങ്ങി നാട്ടുകാരെ പറ്റിക്കാനായിട്ട്. ഇതാകുമ്പോൾ ആരും പൊക്കി കാണിക്കാൻ പറയത്തില്ലല്ലോ. അതാണ്ട് ഇനി ഞങ്ങൾ സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് മൊത്തത്തെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് കയറി ഇരുന്നോളൂ. നല്ല ഒന്നാം തരം ഫ്രോഡുകൾ ഇന്ന്. അല്ലാണ്ട് എന്നാ പറയാനാ? നിങ്ങളുടെ അഭിപ്രായം പറ. ഇതൊക്കെ കണ്ടിട്ട് എങ്ങനെയാണ് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ കണ്ടിട്ട് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞു? എനിക്കാണ് ഇതൊക്കെ കണ്ടിട്ട് ചൊറഞ്ഞു പറഞ്ഞു. വല്ലാത്ത അവസ്ഥ. ഒരു വാഴ ഉണ്ട് ഇവളുടെ കൂടെ, ഇവളല്ല ഇവന്റെ കൂടെ. ഏത് മരവാഴ ആശി. സഹിക്കാൻ പറ്റുന്നില്ല. എടേ, ഇനിയെങ്കിലും നീ നിന്റെ വീട്ടുകാർക്കൊരു വില കൊടുറാ, സ്വന്തം ഉമ്മാക്ക്. അവനെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്ത് ചെയ്യാൻ? എല്ലാം കണക്കിന്. പുതിയൊരു വീഡിയോ ഇട്ടണം. ബൈ.